ഈ ഒരു ടൈപ്പിന്റെ 3 പീസ് സെറ്റുകൾ നമ്മൾ ഫ്ലോറൻസിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇത് വിത്ത് ലൈനിങ് നമ്മൾ കൊണ്ടുവരുന്നത് ആദ്യമായിട്ടായിരിക്കും. അതേപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെഷർമെന്റുമായിട്ട് ഇപ്രാവശ്യം നമ്മളിത് കൊണ്ടുവരുന്നത് കേട്ടോ. സാധാരണ എപ്പോഴും കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു സൈസ് വലുതെടുക്കണമെന്നൊക്കെ. നിങ്ങളിപ്പോൾ സാധാരണ എടുക്കുന്ന നിങ്ങളുടെ നോർമൽ സൈസ് തന്നെ എടുത്താൽ മതി. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്. 4 കളർ ഷെയ്ഡിലേക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്, നല്ല ഭംഗിയുള്ളൊരു ചില്ലി റെഡ് ഷെയ്ഡിലേക്കുണ്ട്, മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡിലേക്കുണ്ട്, നേവി ബ്ലൂ ഷെയ്ഡിലേക്കുണ്ട്. ബാക്കിലേക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ടോപ്പും ബോട്ടവും രണ്ടും പ്ലെയിൻ കാമറി കോട്ടൺ മെറ്റീരിയലിനകത്തേക്കും അതേപോലെ തന്നെ ദുപ്പട്ട പ്രിന്റഡ് ആയിട്ടോ വരുന്നത്. നമുക്കപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇവിടെ ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ജെറ്റ് ബ്ലാക്കിലേക്കാട്ടോ. ടോപ്പും ബോട്ടവും രണ്ടും പ്ലെയിൻ ഫാബ്രിക്കും. ഇതിന്റെ ഹൈലൈറ്റ് കൊടുത്തേക്കുന്നത് ഇതിന്റെ യോക്ക് പോർഷനിലേക്കാണ്. പ്രിന്റഡ് ആയിട്ടുള്ള ഒരു പാച്ച്, അതൊരു ബോക്സ് പാറ്റേണിലേക്ക് കൊടുത്തിട്ട് അതിനുള്ളിലേക്കായിട്ടാണ് വരുന്നത്. ദുപ്പട്ട വന്നേക്കുന്ന മൾട്ടിപ്പിൾ കളറിലെ പ്രിന്റുകൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള 3 പീസ് സെറ്റ് ആണ്. എല്ലാവർക്കും തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി 3 ഷെയ്ഡ്സും കൂടെ നമുക്ക് കാണാം. ഇവിടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന നേവി ബ്ലൂ കളറിലേക്കാട്ടോ. നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂ ആണ്. ഇതിന്റെ യോക്ക് പോർഷനകത്തേക്ക് ബ്രിക്ക് റെഡ് കളറിലേക്കാണ് മെയിൻ ആയിട്ട് പ്രിന്റുകൾ വന്നേക്കുന്നത്. അതോടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റർഡ് യെല്ലോ കളർ ആട്ടോ. നല്ല ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ മസ്റ്റർഡ് യെല്ലോയുടെ എല്ലാ ഷെയ്ഡൊന്നും അത്രയ്ക്ക് ഭംഗി ഉണ്ടാവത്തില്ല എൻ്റെ ഒരു പേഴ്സണൽ കൺസെപ്റ്റിൽ കേട്ടോ. കാരണം ചില മസ്റ്റർഡ് യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഓവർ ഡാർക്ക് ആയിരിക്കും, ചിലത് ഭയങ്കര കണ്ണടിച്ച് പോകുന്ന പോലത്തെ യെല്ലോ കളർ ആയിരിക്കും. ഇത് വന്നേക്കുന്ന അത്യാവശ്യം ഡാർക്കും ആണ്, എന്നാൽ അത്യാവശ്യം നല്ല ബ്രൈറ്റും ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡായിട്ടാണ്. കോമ്പിനേഷൻ ആയിട്ട് മെറൂൺ ആൻഡ് ബ്ലാക്ക് ആണ് ഇതിനകത്തേക്ക് വന്നേക്കുന്നത്. അതോടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ചില്ലി റെഡ് കളറിലേക്കാട്ടോ. ചില്ലി റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റെഡിഷ് മെറൂൺ എന്ന് വേണമെങ്കിൽ പറയാം. വെറും ആ ഒരു ഓവർ ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് അല്ല, അതിനകത്തേക്ക് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ട് വന്നേക്കുന്ന ഒരു ഷെയ്ഡ്. ഇതെല്ലാം നമ്മുടെ റെഡി ടു ഡിസ്പാച്ചിലേക്ക് വന്നേക്കുന്ന പ്രൊഡക്റ്റും കൂടെയാണ്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളപ്പോൾ കാണുമ്പോൾ വിത്തൗട്ട് ലൈനിങ് ആയതുകൊണ്ട് മാത്രം മേടിക്കാതെ പോയ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്രാവശ്യം പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിംഗിലേക്കും ഇപ്രാവശ്യം നമ്മളത് കൊണ്ടുവന്നേക്കുന്നത്.